ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ കടുവയെ മയക്കുവെടിവെക്കാൻ ദൗത്യം ആരംഭിച്ചു. പരിശോധനയ്ക്ക് വേണ്ടി സ്നിഫർ ഡോഗിനെയും എത്തിച്ചു. വിവരങ്ങളുമായി ജോസിൽ വണ്ടിപ്പെരിയാറിൽ നിന്ന് ചേരുകയാണ്. ജോസിൽ, രാവിലെ ഈ ലൊക്കേറ്റ് ചെയ്ത പ്രദേശത്തു നിന്ന് കടുവ മാറിയത് ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. കടുവയെ വീണ്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൗത്യം ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മനു, ഇന്നലെ വൈകിട്ട് വളരെ പ്രതീക്ഷ നൽകിയതായിരുന്നു. കഴിഞ്ഞ 3-ാം തീയതി മുതൽ ഈ പ്രദേശത്ത് ആശങ്ക ഉണ്ടാക്കിയ ഈ കടുവയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുകയും അതനുസരിച്ച് മയക്കുവെടി വെച്ച് പിടിക്കുവാൻ വേണ്ടിയുള്ള രീതിയിലേക്കെല്ലാം തീരുമാനമെടുത്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ട് ഇത് ആരംഭിച്ചു. പക്ഷേ 6:30യോടുകൂടി അത് അവസാനിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് കൃത്യമായി പിടിച്ച് ഈ കടുവയെ ഇവിടെ നിന്ന് മാറ്റും എന്നുള്ള ഉറപ്പാണ് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വനം വകുപ്പ് നൽകി. അങ്ങനെയാണ് പിരിഞ്ഞു പോയത്. കൃത്യമായ നിരീക്ഷണം നടത്തും എന്നുള്ള കാര്യവും ഉറപ്പ് കൊടുത്തിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മൂടൽമഞ്ഞിനെ തുടർന്ന് ഇതിനെ കാണാനില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് ആ പ്രദേശത്ത് നിന്ന് ഈ കടുവ മാറിപ്പോയി എന്നുള്ള വിവരമാണ് പിന്നീട് പറഞ്ഞത്. ഏതായാലും ഈ പ്രദേശത്ത് വീണ്ടും ആശങ്കയുടെ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ നിമിഷം വരെ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തി. കുറ്റിക്കാടാണ് സ്വാഭാവികമായിട്ട് പല മേഖലയിലും കണ്ടെത്താം. പിന്നീട് സ്നിഫർ ഡോഗിനെ അടക്കം കൊണ്ടുവന്ന് പരിശോധന നടത്തിയിട്ടും ഈ സമയമായിട്ട് പോലും കടുവയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വലിയ പ്രതിസന്ധിയായി മാറുകയാണ്. ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ 3-ാം തീയതി മുതൽ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾക്ക് ഇതുവരെയും പരിഹാരമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. ഈ തോട്ടം തൊഴിലാളികളാണ് പ്രധാനമായിട്ടും ഈ ഭാഗത്തുള്ളത്. രാവിലെ 6 മണിയോടുകൂടി തേയിലത്തോട്ടത്തിൽ പണിക്കിറങ്ങേണ്ട ആളുകൾ കുറേ ദിവസങ്ങളായി ഇപ്പോൾ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം. അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള LP സ്കൂളിന് ആ കടുവയെ കണ്ട ദിവസം മുതൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ അവധി തുടരുകയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും പ്രതിസന്ധി മൂർച്ഛിച്ചിരിക്കുന്നൊരവസ്ഥയിലാണ്. കടുവ ആരോഗ്യനിലയിൽ വളരെ മോശമാണ് എന്നുള്ളത് പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ ഇന്നലെ കിടന്ന കിടപ്പിൽ കിടക്കുകയാണ്. അതിന് ഏറ്റു നടക്കാൻ പോലും പറ്റില്ല എന്നാണ് ആദ്യം വിശദീകരിച്ചതെങ്കിൽ ഇന്ന് കടുവ ആ പ്രദേശത്ത് നിന്ന് വനം വകുപ്പ് ഇത്രയും തെരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താത്ത ദൂരത്തേക്ക് പോയി എങ്കിൽ അത്ര തീരെ അവശനല്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. അത് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ഈ സമയം വരെ കടുവയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് തിരച്ചിൽ തുടരുകയാണ്. സർക്കാർ സംവിധാനത്തിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഇവിടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ ചുമതലത്തെ പീരുമേട് LA തഹസിൽദാരെ അടക്കം ഇവിടെ ഡ്യൂട്ടിക്കിട്ട്, അതുപോലെ തന്നെ പോലീസിൻ്റെ ഫോഴ്സ് അടക്കം ആംബുലൻസ് സംവിധാനം, അങ്ങനെ എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവിടെ സർക്കാർ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിരുന്നു. ഇന്ന് ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടി അടക്കമുള്ള കാര്യങ്ങൾ എത്തിച്ചിരുന്നു. മറ്റ് വെറ്റിനറി ഡോക്ടർമാരടക്കം ഇവിടെ കൃത്യമായി എത്തി എല്ലാ സൗകര്യങ്ങളും തേക്കടിയിലേക്ക് മാറ്റാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതിന് ശേഷമാണ് ഇത്തരം ഒരു പ്രതിസന്ധി രൂപപ്പെട്ടത്. മനു, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടുവയെ കണ്ടുപിടിക്കുക എന്നതാണല്ലോ. ഇപ്പോൾ കടുവയ്ക്ക് ആരോഗ്യസ്ഥിതി മോശമായിരുന്നു, അതുകൊണ്ട് തന്നെ അധികം ദൂരം സഞ്ചരിക്കാൻ കഴിയില്ല എന്നതായിരുന്നല്ലോ പ്രാഥമിക ഘട്ടത്തിലെ നിഗമനം. പക്ഷേ ആ പ്രദേശത്തെങ്ങും കടുവയില്ല. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിക്കേണ്ടി വരും. ആ രീതിയിലുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? തീർച്ചയായും അത്തരത്തിൽ ഈ സ്നിഫർ ഡോഗ് ഓടിയ പുറകെ കുറേ ദൂരം പോയി. ഇത് നമ്മൾ നേരത്തെ കടന്നതിനേക്കാൾ കുറേ ദൂരത്തേക്കൊക്കെ ഈ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ പരിശോധനമായി പോയെങ്കിൽ പോലും ഇതുവരെയും ഈ കടുവയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പ്രധാനമായും ഒന്നെങ്കിൽ ഈ കടുവ ചത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു സംശയം, അല്ലെങ്കിൽ ഇത് കാട് കയറി പോയിട്ടുണ്ടോ. ഏതായാലും ഈ പരിസരത്തൊന്നും ഇതുവരെ കടുവയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് നിലവിലത്തെ അവസ്ഥ. മനു, ശരി. ഏതായാലും കടുവയെ കണ്ടുപിടിക്കുക എന്ന വലിയ ദൗത്യമാണ് ഇപ്പോൾ വെല്ലുവിളിയാണ് വനം വകുപ്പിന്റെ മുൻപിലുള്ളത്. രാവിലെ ലൊക്കേറ്റ് ചെയ്ത പ്രദേശത്ത് നിന്ന് കടുവ മാറിയതാണ് അപ്രതീക്ഷിത തിരിച്ചടിയായത്. ഏതായാലും ദൗത്യം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ് ജോസിൽ നൽകിയത്.